നാടിന്റെ കഥ പറയാം. ഒരു വീരന്റെ കഥ പറയാം. വീരന്റെ കഥയോ? പടിഞ്ഞാറേ ദിക്കിൽ മലയുടെ അടിവാരത്ത് സുന്ദരമായൊരു കാടുണ്ടായിരുന്നു. നിഷ്കളങ്കരായ കുറെ മനുഷ്യർ ആ പച്ചപ്പിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. തീ ആളിപ്പടർന്നപ്പോൾ ഇടിമുഴക്കങ്ങൾ കേട്ടു. തീ കാട് പിന്നെ ചാരക്കാടായി. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. പാവങ്ങളുടെ ചുടുരക്തം കുടിക്കുന്ന നിർദ്ദയരായ ഭൂതങ്ങൾ, ശരീരം പിളർന്ന മാംസം തിന്നു മതിക്കുന്ന ക്രൂര പിശാചുക്കൾ, പാപാത്മാക്കളുടെ ശ്വാസം പോലും വലിച്ചെടുക്കുന്ന നരാധമന്മാർ, സ്വന്തം ശവമഞ്ചം സ്വയം ചുമന്ന് നടക്കുന്ന ശപിക്കപ്പെട്ട ജന്മങ്ങൾ, തലകുനിച്ച് തടിവിറച്ച് ഭിക്ഷയാചിക്കുന്ന മനുഷ്യക്കോലങ്ങൾ, സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ, വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ, വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം, മാഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം. നീ പുറത്തു വന്നതിന് ശേഷം വലിയ ശക്തനാകണം. എന്നെ നീ നന്നായി നോക്കണം. എന്നെ പോലെ കഷ്ടപ്പെടുന്ന എല്ലാവരെയും രക്ഷിക്കണം. ഇടതു വലത് വെട്ടി വെന്നി നേടി ഉലകിനെ രക്ഷിക്കാൻ ഒരു അഗ്നിശൈലത്തിന് അവൾ ജന്മം നൽകി. മാരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികളെവിടെ? കാലനവെന്ന മൃത്യുഞ്ജയനെവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ, അശാന്തിയുടെ മേൽ ഇളങ്കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ, ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ, മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികനെവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികനെവിടെ? മരണത്തെ മുന്നിൽ കണ്ട കാലം കഴിഞ്ഞെന്ന് പറയാം. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ വെടിയുണ്ടയ്ക്ക് മുന്നിൽ പതറാതെ ഉറച്ച കാൽ വെച്ച് മുന്നോട്ട്. എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഭയമെന്ന് ഭയന്നോടും പതറാത്ത ചുവടോടും മുന്നോട്ട് തന്നെ. നീ കൈപിടിച്ച് നടക്കുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കും. പിന്നെ എന്റെ കൈവിട്ട് ധൈര്യമായി എങ്ങനെ മുന്നേറണമെന്ന് നിനക്ക് പറഞ്ഞു തരാം. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇതാണോ? അല്ല, വില്ലൻ. പോയി കൊല്ലടാവനെ. 400 പേർ തോക്കും പിടിച്ച് വാനരത്തിന്റെ ആജ്ഞയനുസരിച്ച് കൊല്ലാൻ തയ്യാറായി നിൽക്കുമ്പോൾ 20,000 പേർ നെഞ്ചിൽ ധൈര്യം നിറച്ചുകൊണ്ട് റോക്കിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി.
നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. നിങ്ങൾ അയക്കുന്ന സ്പെഷ്യൽ ഫോഴ്സിന് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ കൂടെ ഒരു വലിയ സൈന്യമുണ്ട്. പരിസരത്തുള്ള ഗ്രാമങ്ങളിലെ ഏകദേശം 15 ലക്ഷം ജനങ്ങൾക്കും അവനാണ് ദൈവം. ഈ കടമ്പകളെല്ലാം താണ്ടിയിട്ട് അവനെ തൊടണമെങ്കിൽ ഈ 15 ലക്ഷം ജനങ്ങളെയും നേരിടണം. ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ മരിക്കും. എങ്കിലും അവർ റോക്കിയെ തൊടാൻ അനുവദിക്കും. ദാറ്റ് ഈസ് റോക്കീസ് KGF.